ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. ഹക്കീം ബന്തല്ലൂർ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഹാജിമാർ അസീസിയിൽ നിന്ന് കല്ലേറും ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അസീസിയയിലേക്ക് അവരുടെ താമസ സ്ഥലമായ അസീസിലേക്ക് മടങ്ങുന്ന വീഡിയോയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക. ആദ്യമായി കാണുന്നവർ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹക്കീം ബന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഹാജിമാരൊക്കെ ഒരുങ്ങി തുടങ്ങി, എല്ലാവരൊക്കെ കഴിഞ്ഞ് വന്ന് ഇന്ന് തിങ്കളാഴ്ച അസീസിയിലേക്ക്, അവരുടെ താമസ സ്ഥലമായ അസീസിലേക്ക് നീങ്ങുകയാണ്. അവർക്കുള്ള ഭക്ഷണങ്ങളും അതുപോലെ നാരങ്ങ വെള്ളം, തണുത്ത വെള്ളങ്ങൾ, അതുപോലെ ഫ്രൂട്ട്സുകൾ, കേക്ക്, ജ്യൂസ്, അങ്ങനെയുള്ള അതൊക്കെ പിന്നെ അവർക്ക് യാത്രാവേളയിൽ കുടിക്കാനും ഇതിനൊക്കെയുള്ള ഇത് KMCC പ്രവർത്തകർ കൊടുത്തുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഹാജിമാർ വന്നന്ന് തുടങ്ങിയ സേവനമാണ് KMCC. അതുപോലെ ആദ്യ ഹാജി വന്നത് മുതൽ അവസാന ഹാജിയും മക്കയോട് വിട പറയുന്നത് വരെ നമ്മുടെ സേവനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. KMCCയുടെ വളണ്ടിയേഴ്സ് ഇതവരെ ബസ് കയറ്റുകയാണ് അസീസിലേക്കുള്ള. അതുപോലെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് കർശനമായ നിയമക്കുരുക്കുകളുണ്ടായിരുന്നു ഈ വർഷം. എന്നിട്ടും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് KMCCയുടെ പ്രവർത്തകർ ഇതാ അറഫയിലും മീനയിലും മുസ്തലിഫയിലും എല്ലാം സേവനം ചെയ്തുകൊണ്ട്, അസീസിയയിലൊക്കെ സേവനം ചെയ്തുകൊണ്ട് ഹാജിമാരുടെ കൂടെയുണ്ട്. അതിൽ പ്രത്യേകം പറയാനുള്ളത്, ഹാജിമാർക്ക് ഇവിടുത്തെ അറബി ഫുഡ് പറ്റാത്തത് കൊണ്ട് അവർക്ക് വേണ്ടത് കഞ്ഞിയാണ്. അവർക്ക് കഞ്ഞിയും അച്ചാറും 2 ടെൻറ്റുകളിലായി KMCC വെച്ചുകൊണ്ട് മറ്റു ടെൻറ്റുകളിലേക്കൊക്കെ വീൽ ചെയറിൽ കഞ്ഞിപ്പാത്രവുമായി എല്ലാ ടെൻറ്റുകളിൽ എല്ലാ മലയാളികൾക്കും കഞ്ഞി എത്തിച്ചുകൊണ്ട് KMCCയുടെ പ്രവർത്തകർ, നൂറുകണക്കിന് പ്രവർത്തകർ രാവും പകലും ഇല്ലാതെ വിശ്രമമില്ലാതെ എല്ലാ ഹാജിമാർക്കും കഞ്ഞി എത്തിച്ചു കൊടുത്തുകൊണ്ട് അസീസിയിൽ മീനയിൽ ഉടനീളമുണ്ടായിരുന്നു. അതുപോലെ അസീസിയയിലും അറഫയിലും മീനയിലും എല്ലായിടത്തും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, ചെരുപ്പ് നഷ്ടപ്പെട്ടു ചെരുപ്പ് കൊടുക്കുന്നു, കുടയും മറ്റ് എല്ലാ സാമഗ്രികളും കൊടുത്തുകൊണ്ട് അവരെ കൂടെ നിൽക്കുന്നു. ഇത് ഇപ്പോഴൊക്കെ ഹാജിമാർ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അസീസിയിലേക്ക് മടങ്ങുകയാണ്. അവരെ ബസ് കയറ്റുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഹാജിമാരെ വീൽ ചെയറിലിരുത്തി KMCC പ്രവർത്തകർ ജംറയിൽ പോയി കല്ലെറിയുന്ന വീഡിയോ ഇൻഷാ അള്ളാ അടുത്ത ആഴ്ച ഇടുന്നതാണ്. എല്ലാം പാടെ കഴിയാത്തത് കൊണ്ട്, നമ്മളൊരു പ്രവർത്തകനായതുകൊണ്ട് ഇതിൽ കൂടെ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ കിട്ടുന്ന സമയങ്ങളിൽ ചെറിയ ക്ലിപ്പുകൾ എടുത്തിട്ടാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി വീഡിയോ നമ്മളെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ ഹക്കീം ബന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഹക്കീം ബന്തല്ലൂർ ബ്ലോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ഹാജിമാർക്കൊക്കെയുള്ള കഞ്ഞി വെക്കുന്ന ടെൻറ്റും അതുപോലെ കഞ്ഞി അവർക്ക് കൊടുക്കുന്നതും പിന്നെ മറ്റുള്ള വീഡിയോസ്, മീനായിലെ എല്ലാ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോ ഇടുന്നതാണ്. അതുപോലെ ജംറയിലേക്ക് ഹാജിമാരെ കല്ലെറിയാൻ കൊണ്ടുപോകുന്നതും കല്ലെറിയുന്നതും ഒക്കെ കാണാൻ വേണ്ടി നിങ്ങൾ നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എല്ലാവർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹക്കീം ബന്തല്ലൂർ ബ്ലോഗ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണും കൂടി അടിച്ചാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും നമ്മൾ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ഹാജിമാർ ഞായറാഴ്ച തന്നെ കഴിഞ്ഞ് തിങ്കളാഴ്ചത്തെ ഞായറാഴ്ച എറിഞ്ഞ് ഒരുപാട് മടങ്ങി. അതിനുശേഷമുള്ള നമ്മളെ മലയാളി ഹാജിമാരൊക്കെ കാര്യമായിട്ടും ഇന്ന് തിങ്കളാഴ്ചയാണ് മടങ്ങുന്നത്. അവരെ കല്ലെറിയലൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ ആണ്. ജംറയാണ് അങ്ങ് ദൂരെ കാണുന്നത്. ഇത് ഈ ടെൻറ്റുകളിലൊക്കെ ആയിട്ടായിരുന്നു നമ്മളെ മലയാളി ഹാജിമാരൊക്കെ ഇവിടെ ഈ താഴെ നേരെ കാണുന്ന ഇവിടെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ബസ്സിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഇവരെ അസീസിയയിൽ കൊണ്ടുപോയി അവരുടെ ബിൽഡിങ്ങിൻ്റെ നമ്പറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇറക്കി. പിന്നെയും തിരിച്ചു വന്ന് ബസ് അങ്ങനെ ഹാജിമാരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്.
KMCCയുടെ നേതാക്കളും പ്രവർത്തകരും മീനായിലെ എല്ലാ ഹാജിമാരെയും അവിടെ നിന്ന് കയറ്റി അയച്ചതിൻ്റെ ശേഷം അവസാനമാണ് എല്ലാ ഹാജിയും LCCയിലെത്തിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് മടങ്ങുന്നത്. വൈകുന്നേരത്തോടെയാണ് മടങ്ങുന്നത്. എല്ലാ ഹാജിമാരെയും അവരുടെ ബിൽഡിങ്ങിലേക്ക് എത്തിച്ചു എന്ന് ഉറപ്പുവരുത്തി മീനായിൽ അവസാന ഹാജിയെയും ബസ്സിൽ കയറ്റിയിട്ടാണ് KMCCയുടെ വളണ്ടിയേഴ്സും നേതാക്കന്മാരും മടങ്ങി വരുന്നത്. അപ്പോൾ ഈ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച തൊട്ടതിന് ഒരുപാട് ഹാജിമാർ മടങ്ങിയിരുന്നു. ഉത്തരേന്ത്യൻ ഹാജിമാരൊക്കെ, നമ്മുടെ മലയാളി ഹാജിമാരൊക്കെ കാര്യമായിട്ട് മുഴുവനും തിങ്കളാഴ്ചയാണ് മടങ്ങുന്നത്. ഇന്ന് ഇപ്പോൾ വൈകുന്നേരത്തോടെ എല്ലാ ഹാജിമാരും അവരുടെ താമസ സ്ഥലമായ അസീസിയിലെത്തി. ഈ വർഷത്തെ ഹജ്ജ് പരിപൂർണ വിജയമായിരുന്നു. യാതൊരു അപകടങ്ങളോ കാര്യങ്ങളൊന്നുമില്ലാതെ എല്ലാ ഹാജിമാരും സന്തുഷ്ടരാണ്. സന്തോഷത്തോടെ എല്ലാ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി അവസാനം മീനയിൽ നിന്നും മടങ്ങി ഹാജിമാരെ മടക്കി. അതിന് ശേഷമാണ് KMCC വളണ്ടിയേഴ്സ് ഇതാ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, അസീസിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ വർഷം ഹജ്ജ് ചെയ്ത ഉംറ ചെയ്ത എല്ലാ ഹാജിമാർക്കും അവരുടെ ഹജ്ജും ഉംറയും എല്ലാം മക്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയുമായി സ്വീകരിക്കാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും ഈ പുണ്യഭൂമിയിലെത്താനും ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും മുത്ത് റസൂലിൻ്റെ അടുത്ത് റൗളയിൽ പോയി പ്രാർത്ഥിക്കാനും കാണാനുമുള്ള അവസരം നൽകട്ടെ. പടച്ച റബ്ബ് അതിന് തൗഫീക്ക് നൽകട്ടെ എന്ന് ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ അടുത്ത വീഡിയോ ഒക്കെ കാണുക. അതിൻ്റെ മുന്നിട്ട വീഡിയോ അറഫയിലെ ലൈവ് വീഡിയോ ഉണ്ടായിരുന്നു, അത് കാണുക. അതുപോലെ ഇനി അടുത്ത ജംറയിലേക്ക് ഹാജിമാരെ കല്ലെറിയാൻ കൊണ്ടുപോകുന്നതും ഹാജിമാർക്ക് കഞ്ഞി കൊടുക്കുന്നതും കഞ്ഞി വെക്കുന്നതും എല്ലാം ഉള്ള വീഡിയോ ഇൻഷാ അല്ലാ അടുത്ത ആഴ്ചയൊക്കെ വീഡിയോ ഇടാം. അപ്പോൾ അത് എല്ലാവരും കാണണം, എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ചാനൽ ഹക്കീം പന്തല്ലൂർ ബ്ലോഗ് മറക്കാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഒരുപാട് വീഡിയോസും അതുപോലെ ഫോട്ടോകളൊക്കെ അബ്ദുൽ ഹക്കീം പന്തല്ലൂർ എന്ന നമ്മളെ ഫേസ്ബുക്കിൽ ഉണ്ട്. അതുപോലെ ഹക്കീം പന്തല്ലൂർ ബ്ലോഗ് എന്ന നമ്മളെ ടിക്ടോക്കിലും ഇൻസ്റ്റയിലൊക്കെ നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട് ഹജ്ജിൻ്റെ. അപ്പോൾ അതെല്ലാവരും കാണുക, നമ്മളെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമൊക്കെ ടിക്ടോക്കൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ ഹാജിമാർ മടങ്ങിക്കൊണ്ടിരിക്കുന്ന CCയിലേക്ക് മടങ്ങുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഹാജിമാരും ഇപ്രാവശ്യം നല്ല ചൂടായിരുന്നു. പക്ഷേ എന്നാലും ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം 10 മണി അറഫയിൽ 10 മണി മുതൽ 4 മണി വരെ യാതൊരു കാരണവശാലും പുറത്തിറങ്ങരുത്, വെറുതെ നടക്കരുത് എന്നുള്ള ഇതുണ്ടായിരുന്നു. അത് ടെൻറ്റിൽ തന്നെ കഴിച്ചു കൂട്ടി ഹാജിമാർ. അതുകൊണ്ട് ഒരുപാട് വെള്ളം സ്പ്രേ ചെയ്യുന്നതും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് അറഫയിലും ഒക്കെ ചൂട് കുറക്കാനുള്ളതൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ നല്ല പരിശ്രമം കൊണ്ട് മരണങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. സാധാരണയുള്ള 1, 2, 3 മരണങ്ങൾ മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ മറ്റ് അപകടങ്ങളോ കാര്യങ്ങളൊന്നും ഈ വർഷം ഉണ്ടായിട്ടില്ല. സുഖകരമായ ഹജ്ജ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ഹാജിമാരുടെ ഹജ്ജ് ഉംറയൊക്കെ പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങൾക്കും ഇവിടെ വരാനും ഈ പുണ്യഭൂമി കാണാനും ഹറമിലും അതുപോലെ മുത്ത് റസൂലിൻ്റെ അടുത്ത് റൗള ഷരീഫ് കാണാനും അതുപോലെ ദുആ ചെയ്യാനും എല്ലാം ഉള്ള ഭാഗ്യം എല്ലാവർക്കും നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതാണ് വേണ്ടത്, എല്ലാവരും കാണട്ടെ. അതുപോലെ നിങ്ങളെ ഹാജിമാരാരെങ്കിലും വീഡിയോയിൽ കണ്ടോ എന്നൊക്കെ അല്ലെ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ മുന്നേ വന്നവരൊക്കെ കുറേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇത് ചെയ്തിരുന്നു, ഞങ്ങൾ പോയ സ്ഥലം ഒന്നും കൂടി കാണാൻ കഴിഞ്ഞു എന്നൊക്കെ. അൽഹംദുലില്ലാ, സന്തോഷം. അതുപോലെ നല്ല കമാൻഡുകളും നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കണം. അപ്പോൾ ഞങ്ങൾ ഇതാ വളണ്ടിയേഴ്സൊക്കെ ഇതാ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ഹാജിയെയും കയറ്റി വെച്ചതിൻ്റെ ശേഷം നേതാക്കളും പ്രവർത്തകരും ഇതാ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അസീസിയിലേക്ക്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും നമ്മുടെ മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മീനയോട് വിട പറയുകയാണ്. ഈ വർഷത്തെ ഹജ്ജ് പരിപൂർണ വിജയത്തോടു കൂടി യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ എല്ലാവരും സന്തോഷത്തോടെ ഹാജിമാരൊക്കെ മടങ്ങി എന്നുള്ള അവരെ കയറ്റി അയച്ചു.
മീനായിൽ നിന്നുള്ള സന്തോഷത്തോടു കൂടി ഞങ്ങൾ 1 ഡേയ്സും ഇതുപോലെ ഇവിടെ നിന്ന് മടങ്ങുകയാണ്, അസീസിലേക്ക് മടങ്ങുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പം നമ്മുടെ അടുത്ത വീഡിയോ എല്ലാവരും കാണുക. ഹാജിമാരെ ജംറയിലേക്ക് കല്ലെറിയാൻ കൊണ്ടുപോകുന്നതും അതുപോലെ ഹാജിമാർക്കുള്ള കഞ്ഞി കൊടുക്കുന്നതും ഒക്കെ ആയുള്ള വീഡിയോ എല്ലാവരും കാണുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.